പൂനെയിൽ അവിടെ പാലം തകർന്ന് ഇന്ദ്രായണി നദിയിൽ ഒഴുകിപ്പോയ എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നു. രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചതായി ദുരന്ത നിവാരണ സേന അറിയിക്കുന്നു. 4 പേരാണ് അപകടത്തിൽ മരിച്ചത്. 50 പേർ പരിക്കുകളോടെ ചികിത്സയിലുണ്ട്. അനൂപ് ദാസ് വിവരങ്ങളുമായിട്ടുണ്ട്. അനൂപ്, 4 മരണം, പക്ഷേ അല്ലാതെ ഒഴുക്കിൽപ്പെട്ട എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസമാണ്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇന്നലെ വൈകിട്ട് 3:30 ഈ പാലം തകർന്നത്. ഒരു ഇരുമ്പ് പാലമായിരുന്നു. 32 വർഷം പഴക്കമുള്ള പാലം. ഏതാണ്ട് 150ഓളം സഞ്ചാരികൾ ഈ പാലത്തിൽ നിന്ന് പുഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പാലം തകർന്നു വീണു. പാലത്തിൻ്റെ ഒരു ഭാഗമാണ് തകർന്നത്. ആ ഭാഗത്ത് ഏതാണ്ട് 100-ലധികം പേർ ഉണ്ടായിരുന്നു. എന്തായാലും 4 പേർ ഒഴുക്കപ്പെട്ട് മരിച്ചുപോയി. 50ഓളം പേർ പുഴയിൽ വീണിരുന്നു. അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് വലിയ ആശ്വാസമുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ പാറക്കെട്ടൊക്കെയുള്ള ഒരു പുഴയാണിത്, വലിയ ഒഴുക്കുമുള്ള. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി രക്ഷാപ്രവർത്തനം ആരംഭിച്ച ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ 50ഓളം പേരെ രക്ഷിച്ച് ആശുപത്രിയിലാക്കാൻ കഴിഞ്ഞു. ചെറിയ പരിക്കുകളുണ്ട് ആളുകൾക്ക്, ചികിത്സ തുടരുകയാണ്. ബാക്കി എല്ലാവരെയും രക്ഷിക്കാനും കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. ഈ പാലത്തിൻ്റെ കാലപ്പഴക്കം തന്നെയാണ് അപകടത്തിന് കാരണം. ശരി, അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇന്ദ്രായണി പുഴയിലെ ഒരു ഇരുമ്പ് പാലം, 32 വർഷം പഴക്കമുള്ള പാലമാണ് തകർന്നു വീണത്. 4 പേർ അപകടത്തിൽ മരിച്ചു, പക്ഷേ അല്ലാതെ ഒഴുക്കിൽപ്പെട്ട എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു.